അക്വാട്ടിക് എന്ന വാക്കിനോട് 100% നീതി പുലർത്തുന്ന ഒരു മണം. നിങ്ങൾ എന്താണ് ഈ മണം വിചാരിച്ചാലും മനസ്സിൽ വിചാരിച്ചത് മായ്ച്ചു കളഞ്ഞേക്ക് നിങ്ങൾക്ക് സ്നിഫ് ചെയ്തിട്ടുണ്ടാവില്ലേ മണം. അത്രയ്ക്ക് യുണീക്കാണ്. ഒരു പെർഫ്യൂമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മണമാണ്. പക്ഷെ ഭയങ്കര യുണീക്ക് നീഷ് പെർഫ്യൂം. എൻ്റെ ഈ ചാനൽ കാണുന്നവർക്ക് അറിയാം ഈ ഫ്രഷ് പെർഫ്യൂമിനോടുള്ള എൻ്റെ വട്ട്. എനിക്ക് എപ്പോഴും ഫ്രഷ് പെർഫ്യൂമാണ് എനിക്കിഷ്ടം. പ്രത്യേകിച്ച് അക്വാട്ടിക് മറൈൻ ഫ്രഷ്നെസ് തരുന്ന മണങ്ങൾ. അപ്പൊ ഈ വക DNA ഒരു പ്രത്യേകത ഉണ്ട്. വളരെ കേട്ട് തഴമ്പിച്ച് സ്മെല്ല് ചെയ്ത് തഴമ്പിച്ച ഒരു നോട്ടുകളായിരിക്കും മിക്കവാറും കിട്ടുന്നത്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന്റെ ആവർത്തനമായിരിക്കും. അപ്പൊ ഒരെണ്ണം ട്രൈ ചെയ്യുമ്പോൾ എടാ ഈ പെർഫ്യൂം വേറെ ഏതൊരു പെർഫ്യൂമായിട്ട് ബന്ധമുണ്ടല്ലോ, നമ്മൾ അടിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മ വരും, ഇത് മറ്റേ പെർഫ്യൂമിന്റെ ഒരു ക്ലോൺ ആണല്ലോ, അല്ലെങ്കിൽ അതേ സെയിം സ്മെല്ല്. ഈ ഒരു ആവർത്തനം കാരണം എനിക്ക് മടുത്തു ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ യുണീക്ക് ആയിട്ടുള്ള DNA എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത കാലത്ത് കുറെ പെർഫ്യൂംസ് കണ്ടുപിടിച്ചു. അതിൽ ഒരെണ്ണമാണ് മാൻസറയുടെ അക്വാവുഡ്. മാൻസറയുടെ നമ്മൾ കുറെ അത്യാവശ്യം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട കുറെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് റിവേര സൂപ്പർ പെർഫ്യൂമാണ്. ഒരുപക്ഷെ അതിനേക്കാൾ ഒരു പടി മുകളിൽ എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു ഐറ്റമാണ് അക്വാവുഡ്. ഒരു രക്ഷയില്ലാത്ത അക്വാട്ടിക് ഫ്രഷ് പെർഫ്യൂം. അക്വാട്ടിക് എന്ന വാക്കിനോട് 100% നീതി പുലർത്തുന്ന ഒരു മണം. നിങ്ങൾ എന്താണ് ഈ മണം വിചാരിച്ചാലും മനസ്സിൽ വിചാരിച്ചത് മായ്ച്ചു കളഞ്ഞേക്ക് നിങ്ങൾക്ക് സ്നിഫ് ചെയ്തിട്ടുണ്ടാവില്ലേ മണം. അത്രയ്ക്ക് യുണീക്കാണ്. ഒരു പെർഫ്യൂമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മണമാണ്. പക്ഷെ ഭയങ്കര യുണീക്ക് നീഷ് പെർഫ്യൂം. ഓക്കെ, ഇനി ഞാൻ പെർഫ്യൂമിനെ കുറിച്ച് വിശദീകരിച്ച് പറയാം. നമ്മുടെ കയ്യിലിരിക്കുന്നത് ടെസ്റ്റർ ബാച്ച് ആണ്. ടെസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ, നോട്ട് ഫോർ സെയിൽ. ബാച്ച് കോഡും കാര്യങ്ങളും എഴുത്തുകൂത്തും കാര്യങ്ങളും മെയ്ഡ് ഇൻ ഫ്രാൻസ്, വേറെ ഒന്നുമില്ല. 120 ml. മാൻസറയുടെ ഒരു പ്രത്യേകത 120 ml ഒക്കെയാണ് നമുക്ക് തരുന്നത്. ഒരു നീഷ് കമ്പനിയാണ്. എക്സ്ട്രാ ഒരു 20 ml നമുക്ക് തരുന്നുണ്ട്. അപ്പൊ 120 ml കൊണ്ട് നമുക്ക് ഒരു പെർഫ്യൂം നീഷ് ബ്രാൻഡിനെ സംബന്ധിച്ച് എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡാണ് ഈ മാൻസറയും പിന്നെ മൗണ്ടൻ, അങ്ങനെ 1-2 ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബോട്ടിൽ ഡിസൈൻ വരുന്നത്. 2020 ഈ പെർഫ്യൂം ഇറങ്ങിയത്. മേക്ക് ചെയ്ത ആരാണ്? പീറി മൊണ്ടാൽ. ഇതിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ആംബർ, ഫ്രഷ്, സിട്രസ്, ഫ്രൂട്ടി, മസ്കി, ഫ്രഷ്, സ്പൈസി, റോസ്, സ്വീറ്റ്, പൗഡറി, ഓം സ്പൈസി. ഇതൊന്നും അല്ല മണം. നോട്ട് പറയാം. ടോപ്പ് നോട്ടിൽ പെയർ, സിട്രസസ്. മിഡിൽ നോട്ടിൽ ഇന്ത്യൻ ജിഞ്ചർ, ടർക്കിഷ് റോസ്, പച്ചൂളി. ബേസ് നോട്ടിൽ ആംബർ, വൈറ്റ് മസ്ക്, ബെൻസോയിൻ, ഇൻസെൻസ്. ഇതാണ് ഇതിന്റെ നോട്ടും കാര്യങ്ങളും. ട്രൈ ചെയ്തിട്ട് എക്സാക്ട് എന്താണ് ഇതിന്റെ മണം ഞാൻ പറയാം. സ്പ്രേയർ ഉണ്ടോ? നമ്മൾ ചില സിനിമകളൊക്കെ കാണുന്ന ഈ മഡഗാസ്കർ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില ദ്വീപ്, ആ ദ്വീപിലൊക്കെ പഞ്ചസാര പോലെ വെളുത്ത മണലില്ലേ, മണലും കടൽ തീരവും നല്ല തെളിഞ്ഞ കടല്. ആ കടലിൽ നമ്മൾ അവിടെ പവിഴപ്പുറ്റുണ്ടാവും. ആ പവിഴപ്പുറ്റിലൊക്കെ നമ്മൾ ഈ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്നത്, ഇങ്ങനെ പേരെനിക്കറിയില്ല, സ്കൂബ ഡൈവിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അതുപോലൊരു ക്ലീൻ വാട്ടർ അക്വാട്ടിക് മിനറൽ സ്മെല്ലാണ്. ഭയങ്കര മിനറൽ ആയിട്ടുള്ള നോട്ടുകളൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല ക്ലീൻ എലഗന്റ് ആയിട്ടുള്ള സ്മെല്ല്, ക്ലീൻ പൗഡറി റിഫ്രഷിംഗ് ആയിട്ടുള്ള മണം. ശരിക്കും ഒരു നാവികന്, ഒരു നേവിയിൽ വർക്ക് ചെയ്യുന്ന, അതുപോലെ കപ്പലിൽ ക്രൂസ് കപ്പലിലെ ഒരു ക്യാപ്റ്റൻ, വളരെ യങ് ആയിട്ടുള്ള ചാമായിട്ടുള്ള ഒരു, നമ്മളെ ഈ ടോം ക്രൂസിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ടോം ക്രൂസിന്റെ ടോപ്പ് ഗൺ സിനിമയില്ലേ, അതിലെ ടോം ക്രൂസ് ഒക്കെ അല്ലേ, അതുപോലത്തെ ഒരു ക്യാരക്ടറിനൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനം. അടിപൊളി ക്ലീൻ ഫ്രഷ് സ്മെല്ല്. ഞാൻ അതുകൊണ്ട് തന്നെ ഈ പെർഫ്യൂം ഞാൻ ഡീക്കന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വളരെ പാടുപെട്ടാണ് തൊപ്പിച്ചത്, കിട്ടാൻ പാടാണ്. മാത്രമല്ല ടെസ്റ്റർ ബാച്ചും കൂടിയാണ്, കിട്ടാൻ ഭയങ്കര പാടാണ്, റയറാണ്. ഒരു 50 പേര് നിങ്ങളുടെ ഗ്യാങ്ങിലുണ്ടെങ്കിൽ 50 പേരുടെ മുമ്പിൽ ഇതടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളായിരിക്കും യൂണീക്ക്. അവർക്ക് ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു പെർഫ്യൂം ഇത് ആരിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മണം അവർക്ക് ഒരിക്കലും കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് യൂണീക്ക് ആയിട്ടുള്ള സൂപ്പർ യൂണീക്ക് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഫ്രാഗ്രൻസിന്റെ റിവ്യൂ കണ്ടാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. കാരണം ഇതിനകത്ത് റിമൈൻഡിൽ കൊടുത്തിരിക്കുന്നത് അക്വാ അമാരയാണ്, ബുൾഗാരിയുടെ. ഒരു ബന്ധമില്ല. അക്വാ അമാരൊക്കെ ഇഷ്ടം പോലെ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്, അടിച്ചു തീർത്ത പെർഫ്യൂമാണ്. ഇതുമായിട്ട് ആനയും അമ്പഴങ്ങയും നമ്മൾ വ്യത്യാസമുണ്ട്. ഒരു ബന്ധമില്ലാത്ത മണമാണ്. അക്വാ അമാരോട്ട് ഒരു തരത്തിലും ബന്ധമില്ല. അക്വാ അമാര പൂർണ്ണമായും ഓറഞ്ചും സിട്രസും ഫ്രഷ്നസും അങ്ങനെയുള്ള. ഇതല്ല, ഇത് പ്യൂർ മിനറലിക്കാണ്. ഈ ബോട്ടിലിന്റെ കളർ ഉണ്ടല്ലേ, കടലിന്റെ ആഴവും പരപ്പും ഒക്കെ കാണിക്കുന്ന ഒരു ബോട്ടിൽ ഡിസൈൻ. ഈ ബാക്ക്ഗ്രൗണ്ടിലെ ഈ കവറും ഇതുമായിട്ട് വളരെ എന്തോ ഒരു ബന്ധം, കടലിന്റെ ആഴം, അഗാധം, അതൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ജ്യൂസ്. പക്ഷേ ഈ ജ്യൂസിന്റെ സ്പ്രേയും ജ്യൂസിന്റെ മണവും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ആഴത്തിലുള്ള ഒരു മണമല്ല. അധികം ആഴമില്ലാതെ ഒരു ഷോൾഡറിന്റെ അത്രയും ആഴമുള്ള നല്ല തെളിഞ്ഞ കടലിന് താഴെ നല്ല പവിഴപ്പുറ്റുകളും പല നിറത്തിലുള്ള നക്ഷത്ര മത്സ്യങ്ങളും പല വർണ്ണത്തിലുള്ള മത്സ്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു കടൽ തീരം. അതാണ് എനിക്ക് അടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ. ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള സ്മെല്ല്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള അക്വാട്ടിക് അല്ലെങ്കിൽ മിനറൽ എന്നൊക്കെ പറയുമ്പോൾ അതിനോട് 100% നീതി പുലർത്തിയ ഒരു മണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ടാണ് ഡീക്കന്റെ പോലും കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്.
കിട്ടാൻ പാടാണ്. അതുപോലെ തന്നെ ഇത്തരം മണങ്ങളൊക്കെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. കാര്യം വളരെ യുണീക്കാണ്. ഒരു 20 വയസ്സ് 18 വയസ്സ് കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു 30, 35, 38 എനിക്ക് വയസ്സ് പ്രശ്നമില്ല, വയസ്സ് വലിയ പ്രശ്നമില്ല, അത് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. പക്ഷേ ഇതൊരു യങ് ആയിട്ടുള്ള വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു, എന്തിനും ഏതിനും ഒക്കെ നല്ല രീതിയിൽ മുൻപന്തി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. സ്പോർട്സിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റി ആണെങ്കിലും എല്ലാത്തിനും മുൻപന്തി നിന്ന് ചെയ്യുന്ന വളരെ എനർജറ്റിക് ആയിട്ടുള്ള എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്കൊക്കെ പറ്റിയ പെർഫ്യൂം. അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക്, ബിസിനസ് പിന്നെ ക്ലയൻസിനൊക്കെ മീറ്റ് ചെയ്യാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കേണ്ടി വരും, കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടി വരും. അതുപോലെ ഡോക്ടേഴ്സ്, അവർക്ക് നേഴ്സ് അല്ലെങ്കിൽ ആ മേഖല വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾ യുണീക്കായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. മാത്രമല്ല ഇത് വിയർപ്പിന്റെ ഒരു സ്മെല്ലിനെ പിടിച്ചു കിട്ടുന്നതും ചെയ്യുന്നുണ്ട്. ഞാൻ നന്നായിട്ട് വിയർക്കുന്ന ഒരാളാണ് ഞാൻ, എന്നിട്ട് പോലും ഞാൻ തടിച്ചിട്ട് എനിക്കൊരു വിയർപ്പിന്റെ ഒരു തരത്തിലുള്ള ഒരു ഗന്ധം പിന്നീട് ശേഷം 8-9 മണിക്കൂർ ശേഷം വന്നിട്ടില്ല. അപ്പോൾ വളരെ ക്ലീൻ, വളരെ ലക്ഷറീസ് ആയിട്ടുള്ള സ്മെല്ല്, ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഒക്കെ ലോഞ്ചിന്റെ ഒക്കെ സ്മെല്ല്, കഥ തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ ഒരു പ്രത്യേകതരം മണം വരില്ല. നമുക്കത് ഏത് മണമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇഷ്ടപ്പെടും. ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ കിട്ടുന്നൊരു ഫീൽ, അവിടെ ഉള്ള സോപ്പിന്റെ ഒക്കെ ഒരു സ്മെൽ ഭയങ്കര ഹൈ ക്ലാസ് ആയിരിക്കും, ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും, ക്ലീൻ ആണ്, എന്നാൽ ഭയങ്കര അരോമാറ്റിക് സ്മെല്ലുമാണ്. അതാണിത്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് മറൈൻ മിനറൽ നോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ പെർഫ്യൂമിന്റെ മണത്തിനെ കുറിച്ച് പറയാൻ. ഇത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്തിരി പാടാണ്, കാരണം വളരെ യുണീക്കാണ്. അതാണ് പ്രശ്നം. പ്രശ്നം എന്ന് പറയാൻ വേറെ ഒന്നുമല്ല, നമുക്കിത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ മിനറൽ നോട്ട് എന്താണെന്ന് എനിക്ക് എത്രത്തോളം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണ്. നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. കോംപ്ലിമെന്റ് ഉറപ്പായിട്ടും കിട്ടും. കാരണം ഈ വക മണങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. നമ്മൾ അടിച്ചിട്ട് ചെല്ലുമ്പോൾ നമ്മളായിരിക്കും ആ സ്ഥലത്ത് ഈ ഒരു പെർഫ്യൂം കൈവശം വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ആദ്യമായിട്ടായിരിക്കും, നമ്മൾ അടിച്ചിട്ട് പോകുമ്പോഴായിരിക്കും അവർ ആദ്യമായിട്ട് ഈ മണം അറിയുന്നത് തന്നെ. സോ അത്രയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ ലോങ്ജിവിറ്റി 8 മണിക്കൂർ, 7-8 മണിക്കൂറാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഇത് നിൽക്കുന്നത്. നല്ല ലോങ്ജിവിറ്റി ഉണ്ട്. പ്രൊജക്ഷനും സ്ട്രോങ് ആണ്. ആദ്യത്തെ 2-2.5 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. ഏത് കാലാവസ്ഥ, നല്ല ചൂട് വേണം, ഹൈ ഹീറ്റ് ഉള്ള സമയത്ത് മാത്രം യൂസ് ചെയ്യുക. വൈകുന്നേരം രാത്രി ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. രാവിലെ ഉച്ചയ്ക്കും വേണം യൂസ് ചെയ്യാൻ. ഇത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ, പുറത്ത് ജോലിക്ക് പോകുന്നവർ, ഫീൽഡ് വർക്ക്, ബിസിനസ്സുകാർ, അതുപോലെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവർ, രാവിലെ ഉച്ചയ്ക്കും, അത്തരം ആളുകൾ മാത്രം യൂസ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നത് യൂണിസെക്സ് ആണത്, ഗേൾസിന് യൂസ് ചെയ്യും. വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രഷ് പെർഫ്യൂം, നീഷ് പെർഫ്യൂമിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വാങ്ങണം തോന്നിപ്പിക്കുന്ന ഒരു പെർഫ്യൂമാണ് മാൻസറ അക്വാവുഡ്. ജസ്റ്റ് ട്രൈ ചെയ്യാതെ ഇത് വാങ്ങരുത്. ബ്ലൈൻഡ് ആയിട്ട് ഒരു കാരണവശാലും വാങ്ങരുത്. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ബ്ലൈൻഡ് ആയിട്ട് വാങ്ങാൻ പാടില്ല. ഡീക്കൻഡ് ട്രൈ ചെയ്തിട്ടേ വാങ്ങാവൂ. പക്ഷേ ഇത് ഞാൻ ഡീക്കൻഡ് കൊടുക്കുന്നില്ല.